എങ്ങനെ മനസ്സിൽ ഇരിക്കുന്നു ഈ വരികളൊക്കെ? കാരണം ഇതിന്റെ ഗ്യാപ്പ്, കാരണം ഇത്ര ബാറ്, അത് കഴിഞ്ഞാൽ ഉടനെ പാടുന്നു, 4 ബാറ് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ്, അപ്പൊ ഫ്ലൂട്ട് എടുത്ത് വെച്ച് വായിക്കും, പിന്നെ അത് കഴിഞ്ഞ് റെസ്റ്റ്, ഉടനെ ഗിറ്റാർ വായിക്കും. ഇതൊക്കെ എങ്ങനെ ഓർത്തിരുന്നു? അതെന്റെ അച്ഛൻ വീഡിയോ കോൾ വിളിച്ചിട്ട് പാടും, പിന്നെ അമ്മ പഠിപ്പിച്ചു. അമ്മ പഠിപ്പിച്ചു. ഇത് എഴുതിയത് അമ്മയാണോ അതോ അപ്പൊ മ്യൂസിക് ആരാ? അച്ഛൻ. നല്ല കുടുംബം, സംഗീത കുടുംബമാണ്. എന്നിട്ട് വീഡിയോ കോളിൽ ഇട്ടിട്ട് ഇതെല്ലാം പഠിപ്പിച്ചു തരും അല്ലേ? ആദ്യം തൊട്ട് അവസാനം വരെ സ്വിച്ച് ഇട്ട പോലെ കുഞ്ഞ് കൃത്യമായിട്ട് പാടി. വാക്കുട്ടി എന്ന് പറഞ്ഞ സംഭവം ചുമ്മാ അല്ല. ബാബുക്കുട്ടൻ വാക്കുട്ടിയുടെ പുറകെ നടക്കുന്നു ഫ്രണ്ടായിട്ട്. നാണം കൊണ്ട് എന്തായാലും ഇത് ഒരാൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. നമ്മുടെ ബാബുക്കുട്ടൻ കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് കൈയടിക്കും. ഇത് ടിവിയില് കണ്ടിട്ടോ കൈമുട്ടീനി അണ്ണാച്ചി എന്തോ നമുക്ക് ക്ഷമിക്കാം എം ജി അങ്കിളിന്റെ അടുത്ത് കേട്ടോ. മക്കളെ നന്നായിട്ട് പാടിയടാ, നല്ല രസമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാവോ കുഞ്ഞിന്? ആ ചിരി. ആ ഇത് ഒന്ന് ചിരിച്ച മക്കളെ, ആ ചിരി. ശരിക്കും ജാനകിയമ്മ ചിരിക്കുന്ന. പിന്നെ ആരാ ഇത് പാടി? അമ്മയോ? വാക്കുട്ടിയാണോ? അല്ല, ഗിരീഷ പുത്തഞ്ചേരി. ഗിരീഷ് അപ്പുത്തഞ്ചേരി അതാണോ? ഓക്കെ. ഗിരീഷ് അപ്പുത്തഞ്ചേരിയാ പാടി. മക്കളെ കുഞ്ഞെ, എനിക്ക് അത്ര ഉള്ളടാ പറയാൻ. ലവ് യു മുത്തേ. കണ്ടോ, കുഞ്ഞിനറിയാം എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എവിടെ ചരണം തുടങ്ങുന്നു, എവിടെ അനുപല്ലവി തുടങ്ങുന്നു, ഒക്കെ സെറ്റാണ്. ഇതെങ്ങനെ ഇതൊക്കെ പഠിക്കണേ? ഈ ഓർക്കസ്ട്രയുടെ കൂടെ ഉള്ള ഇതില്ലേ, അത് മോൾ എങ്ങനെ പഠിക്കണേ? എങ്ങനെ ഓർത്ത് വെക്കണേ? അതാ ദൈവത്തിന് അറിയാം. ദൈവത്തിന് മാത്രം അറിയാം. അവർക്കറിയില്ല, എനിക്കറിയില്ല. അവർക്കും അറിയില്ല, മോക്കും അറിയത്തില്ല അല്ലേ? പിന്നെ ആർക്കും അറിയാം? ജഡ്ജസിനും അറിയില്ല, നമുക്ക് ആർക്കും അറിഞ്ഞൂടാ, അതല്ലേ ചോദിക്കണേ. പിന്നെ കുട്ടികൾക്കാ? കുട്ടികള് നമ്മളെ വലിയ ചേച്ചി. നമ്മളെ ചേച്ചി കുട്ടികള്. ഐ ലവ് യുടാ. ലവ് യു ഫോർ കേട്ടാ. വാക്കുട്ടിയോട് പറയാനുള്ളത്, ബിന്യാന്റെ ഇപ്പൊ ഒരു 4 വരി കവിത എഴുതി വെച്ചു. ഓ നോ. വാവേ എന്റെ വാക്കുട്ടി, നിന്റെ പാട്ട് കേൾക്കാൻ എന്തു രസം. വാവേ എന്റെ വാക്കുട്ടി, നിന്റെ പാട്ട് കേൾക്കാൻ എന്ത് രസം. പൂവ് പോലുള്ളൊരു മേദിക കുട്ടിയുടെ ചിരി കേൾക്കാൻ എന്തു രസം. പൂവ് പോലുള്ളൊരു മേദിക കുട്ടിയുടെ ചിരി കേൾക്കാൻ എന്തു രസം. വാവേ എന്റെ വാക്കുട്ടി, നിന്റെ പാട്ട് കേൾക്കാൻ എന്ത് രസം. അടിപൊളി അടിപൊളി. വാക്കുട്ടി సరసకురారా రారా చింతకు చేరా ప్రాణమే నీదిరా ఏలకు రాదురా శ్వాసలో శ్వాసవై రారా. భేష్